ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വളരെ കമ്പി വാചകങ്ങളിൽ പറഞ്ഞു പോകാം. നമ്മൾ ഈ ടെലിഗ്രാമൊക്കെ അയക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വരാൻ കാരണം ഇനി വൈകുന്നേരം എനിക്ക് എയർപോർട്ടിലോട്ട് പോകേണ്ടതാണ്. അപ്പോൾ അതിന് മുന്നേ ഈ മാർക്കറ്റ് തീർന്നപ്പോൾ തന്നെ ചൂടോട് കാര്യം പറഞ്ഞിട്ടങ്ങ് പോകാൻ കഴിയും. ഇനിയും ഒത്തിരി നേരമുണ്ട് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനിടെ പല സംഭവവികാസങ്ങൾ നടക്കും. എങ്കിലും എനിക്ക് നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്തിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റിലോട്ട് വന്നാൽ രാവിലെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇല്ലേ. ഗ്യാപ്പ് ഡൗണിലോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് രാവിലെ പറഞ്ഞിരുന്നു. ജസ്റ്റ് നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഗ്രൂപ്പിലില്ലാത്തവർ എനിക്കറിയാം, നിങ്ങൾക്ക് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം, ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2 ദിവസം കൂടി നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കുക. എനിക്കറിയാം 2 ദിവസം കൂടി നിങ്ങൾ ക്ഷമിക്കുക. നാളെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം കുറച്ച് ആൾക്കാരെ പുറത്താക്കുന്നുണ്ട്. അപ്പോൾ പുറത്താക്കുന്ന ഗ്യാപ്പിൽ നിങ്ങളെ ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾ എന്നോട് ദേഷ്യം വിചാരിക്കല്ലേ. ഇൻഷാ അള്ളാ നാളെ നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഞാൻ അതിൻ്റെ താഴെ നമ്മുടെ നാളത്തെ വീഡിയോയുടെ താഴെ ഞാൻ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ചേരാനുള്ള നമ്പർ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ നാളത്തെ വീഡിയോയുടെ കൂടെ ചേർത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഇന്ന് നമുക്ക് ഞാൻ രാവിലെ ഇന്ന് പോയിട്ട് വോയിസ് നമുക്കൊന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ള കാര്യം. അപ്പോൾ ഇന്ന് രാവിലെ 2 വോയിസാണ് ഞാൻ ഇട്ടത്. അപ്പോൾ 2 വോയിസിനകത്തിൽ ഒന്നാമത്തെ വോയിസ് ഇതാണ് രാവിലെ ഇട്ടത്. ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഏകദേശം 50 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, 52 പോയിന്റ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 25,687 എന്ന് പറയുന്നത് ആവറേജ് ആ ലൈനിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിർണായകമായിട്ടുള്ളത് 25,687 ആണ്. ഈ ലൈൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് വരച്ചിടുക. ഇതിന് മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട്, താഴോട്ടാണെങ്കിൽ താഴോട്ട്. ഒറ്റ കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ, വേറെ കൂടുതൽ വിഷയമായിട്ട് ചിന്തിക്കാനില്ല. മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ 25,687 സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നിന്ന് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി പോകും. ഒരുപക്ഷെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം വീണ്ടും ഫർദറായിട്ട് താഴോട്ട് പോകാനുള്ള സാധ്യത അടിവരയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധ്യത ഉണ്ട്. എന്തായാലും 25,687 മുകളിൽ നല്ല രീതിയിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ടിറങ്ങി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,500 നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് കുറച്ച് നെഗറ്റീവാണ്. കാരണം ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് പല അൺസർട്ടനിറ്റികളും ചർച്ചകളും കൂതങ്കഷമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒരു കോലാഹലം ചിലപ്പോൾ 2-3 ദിവസം ചിലപ്പോൾ കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞല്ലോ കൃത്യമായിട്ട് 25,687 മുകളിൽ മാത്രമേ നമുക്ക് അപ്സൈഡ് ഉള്ളൂ. 687 താഴെ നമുക്ക് താഴെ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് താഴോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആദ്യം രാവിലെ 9:10 ഇട്ട വോയിസ് ആണ് അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഈ നമ്മുടെ ആ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്തത്. 687 എന്ന് പറയുന്ന ആ റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം 9:10 ഇട്ട വോയിസാണ് ഞാൻ. അതിനുശേഷം 9:50 ഞാൻ വീണ്ടും ഒരു വോയിസും കൂടെ ഇട്ടു. ആ വോയിസും കൂടെ ഒന്ന് കേട്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഞാൻ തിരിച്ചു പോകുന്നത് കുറച്ച് തിരക്കാണ്, അതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൽ മുകളിലോട്ട് പോകാൻ സ്ട്രെങ്ത് ഇല്ല. ഞാൻ പറഞ്ഞു 687 ഞാൻ പറഞ്ഞു രാവിലെ വോയിസ് നമ്മളോട് കേട്ടാൽ മനസ്സിലാവും. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ടൊന്ന് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇറങ്ങിയതിനു ശേഷം അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് റിജക്ട് ചെയ്ത് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു. നമ്മൾ പറഞ്ഞ 25,687 കടന്ന് മാർക്കറ്റ് കുറച്ചുകൂടി 19 പോയിന്റോടെ മുകളിലോട്ട് പോയി. പക്ഷെ നമ്മുടെ ഈ ക്യാൻഡിലുകളുടെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റിന് മുകളിലോട്ട് കയറാനുള്ള ഒരു ഊർജ്ജമില്ല. മനസ്സിലായി? മാർക്കറ്റ് എന്തിനോ വേണ്ടി കാത്തിരിക്കുന്ന പോലെ, അല്ലെ മാർക്കറ്റിൽ ഇപ്പോൾ ചെറിയൊരു അൺസർട്ടനിറ്റി ഉണ്ട് അല്ലേ. ആ അൺസർട്ടനിറ്റിയിൽ ഒരു കൺഫർമേഷന് വേണ്ടി ആയിരിക്കും മാർക്കറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒന്നുകിൽ 687, 817 ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോളിഡേറ്റ് ചെയ്യാനായിരിക്കും സാധ്യത. അപ്പോൾ ഇനി നമുക്കൊരു ഫർദർ ഒരു മൂവ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 817 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം, അല്ലെങ്കിൽ 675 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങി കളിക്കുക. അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രോഫിറ്റ് കിട്ടുന്നവർ ബുക്ക് ചെയ്ത് മാറാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ 2 വോയിസാണ് ഞാൻ ഇട്ടിരുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. നിങ്ങൾ നോക്കിക്കേ, രാവിലെ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് 50 പോയിന്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഈ ഡോട്ടഡ് ലൈൻ, ഈ ബ്ലൂ ലൈനാണ് നമ്മുടെ ഡോട്ടഡ് ലൈൻ ഇല്ലേ. ഇതിന് ശേഷം ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഒരു പക്ഷേ താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. മാർക്കറ്റ് അതുപോലെ തന്നെ താഴോട്ട് ഇറങ്ങി വന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ പോയിന്റിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഇവിടെയാണ് പ്രീ ഓപ്പണിംഗ് കാണിച്ചെങ്കിലും മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഏകദേശം 657 എന്ന് പറയുന്ന പോയിന്റിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു. താഴോട്ട് ഏകദേശം 100 പോയിന്റോളം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. ഇവിടെ 100 പോയിന്റോളം
താഴോട്ട് ഇറങ്ങി വന്നതിന് ശേഷം അതുപോലെ തന്നെ മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് നമ്മളുടെ ഈ 687 എന്ന് പറയുന്ന ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഏകദേശം ആ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ ഏകദേശം 741 ഏകദേശം 200 പോയിൻറ്റിനടുത്ത് ഒരു സ്വിങ്ങാണ് ഈ ഒരൊറ്റ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ നടന്നത്. അപ്പം ഈ അതിനർത്ഥം എന്താണെന്നറിയാമോ, ആ ആദ്യത്തെ 5 മിനിറ്റിൽ മാർക്കറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ധാരാളം വാങ്ങലുകളും വിക്കലുകളും നടന്നു എന്നുള്ളതാണ് ഈ ഒരൊറ്റ ക്യാൻഡിൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? കാരണം അത്രയ്ക്ക് ഹ്യൂജ് വോളിയമായിരുന്നു ഇവിടെ ട്രേഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് താഴോട്ട് പോയെങ്കിലും മറ്റൊരാൾ അത് ബൈ ചെയ്ത് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി. അതിനുശേഷം മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു. അപ്പോൾ ഈ ഏരിയയിൽ ഇട്ടപ്പോൾ രണ്ടാമത്തെ വോയിസ് ഞാൻ ഇട്ടത് ഇല്ലേ, ഈ കയറ്റം കയറുമ്പോൾ തന്നെ നമുക്കറിയാം മാർക്കറ്റ് എന്താണ്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, മാർക്കറ്റിൻ്റെ മുകളിലോട്ട് പോകാനൊരു ഊർജ്ജമില്ല. മാർക്കറ്റിനെ പുഷ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാൻ ആരെങ്കിലും വേണ്ടേ, ഇല്ലേ, അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് ബയേഴ്സ് വേണ്ടേ. പക്ഷെ അങ്ങനെ ഒരു സംഭവം നമുക്കിവിടെ ഇല്ല. അപ്പോൾ ഈ ക്യാൻഡിലുകളുടെ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്കറിയാം, മനസ്സിലായത്. ഇതെങ്ങനെ മനസ്സിലാകുമെന്ന് വെച്ചാൽ ഇത് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാകത്തുള്ളൂ, അല്ല ഓരോ ദിവസം 2 ദിവസം നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമില്ല. ഏത് നിമിഷവും മാർക്കറ്റ് അടപടല പൊട്ടും ഞാൻ ഇപ്പോൾ വീഴുക എന്ന് പറഞ്ഞ് ഏന്തി വലിഞ്ഞാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്, ഇല്ലേ. പലപ്പോഴും ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് മാർക്കറ്റ് നടന്ന് കയറണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് കയറുന്ന സ്റ്റൈലല്ല ഇത് ഞാൻ ഒരു 4 സ്റ്റെപ്പ് മേലോട്ട് കയറും, 2 സ്റ്റെപ്പ് താഴോട്ട് വീഴും, വീണ്ടും 2 സ്റ്റെപ്പ് കയറും, 3 സ്റ്റെപ്പ് താഴോട്ട് വീഴും. അങ്ങനെ കയറി കഴിഞ്ഞാൽ മാർക്കറ്റിന് നമുക്ക് ചുവരെ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇവിടം വരെ എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ഒരു പക്ഷേ ഇനി ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിനകത്ത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് അതുപോലെ തന്നെ മാർക്കറ്റ് താഴെ വന്നു മേലോട്ട് പോയി അങ്ങനെ കടന്ന് ആടിക്കുക. അപ്പം ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് 10 പോയിൻറ്റ് 15 പോയിൻറ്റ് ട്രേഡ് ചെയ്യാൻ കഴിവുള്ളവരും ന്യായം പാലിക്കുന്നവരുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിവേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ പലരും നിങ്ങളുടെ അനുഭവങ്ങൾ ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പിൽ നിൽക്കുന്നവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരും ഒക്കെ നമ്മുടെ ഈ നമ്മുടെ ചാർട്ട് അനാലിസിസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുന്നവർ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾ ഈ ഒരു ലവ് ചിഹ്നമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ എക്സാക്റ്റ് അനുഭവം അതാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി പലരും വന്ന് ഒരു ലവ് സിമ്പിൾ ഇട്ടിട്ട് പോകുന്നു, സമ്മതിച്ചു, ഓക്കെ, നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ ലവ് സിമ്പിളിനേക്കാൾ ഉപരി നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എങ്ങനെ ഇതിനകത്ത് നിങ്ങളുടെ പഴയ ഒരു ട്രേഡിംഗ് ലൈഫും ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഉണ്ടായ ആ ഒരു ട്രേഡിംഗ് ലൈഫും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് എന്തുമാത്രം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം കൈയടക്കം വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം കൺട്രോൾ വന്നു, ചുമ്മാ ചറപറ ചാടി കയറി ട്രേഡ് എടുക്കുവാണോ അല്ലയോ, നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറൊരാൾ പുതുതായിട്ട് വരുമ്പോൾ അവർ വന്ന് വായിക്കുമ്പോൾ അവർക്കും അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ. നമ്മൾ ഈ പറയുന്നത് ഉടായിപ്പല്ല എന്നും തട്ടിപ്പും വെട്ടിപ്പും അല്ല എന്നുള്ളത് മറ്റുള്ളവർക്കൂടെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയവർ കമൻറ്റ് ചെയ്ത് നിങ്ങളെ അറിയത്തുള്ളൂ. ഓക്കെ, ജസ്റ്റ് പറയാൻ മാത്രമേ ഉള്ളൂ. ഇനി പിന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക, നിങ്ങൾ ഈ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യാനൂടെ ശ്രമിക്കുക. കാരണം നിങ്ങൾ വിചാരിച്ചാലേ ഇത് മുകളിലോട്ട് പോകത്തുള്ളൂ, ഇല്ലാതെ ഞാൻ ഇവിടെ കിടന്ന് വായിട്ടളിച്ചിട്ട് യാതൊരു കാര്യമില്ല. എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും. ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനൊന്നും പറയാറില്ല. പക്ഷേങ്കിൽ ഇപ്പം അടുത്ത ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ലൈക്കെങ്കിലും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പ്, ആ ലൈക്കിൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം വെച്ച് ഈ സാധനം മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇനി കമൻറ്റ് പബ്ലിക്കായിട്ട് എനിക്ക് കമൻറ്റ് ഇടാൻ താല്പര്യമില്ല, അല്ലാതെ എൻ്റെ പിന്നെ അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് ചിന്തിക്കുന്നവർ ധാരാളം ആൾക്കാരുണ്ടായിരിക്കാം, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും കൊടുത്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രത്തോളമൊക്കെ വായിട്ട് അലയ്ക്കുന്നില്ലേ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, മാർക്കറ്റ് വീണ്ടും വന്ന് ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, ഓസിലേറ്റ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരു തോട്ടിയുടെ പടം വെച്ച് ഒരു ഫോട്ടോ ഇട്ടായിരുന്നു, തമാശയ്ക്ക് വേണ്ടി ഇട്ടതാണ്. അതായത് സൂചിപ്പിക്കുക വെച്ചാൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റ് ഇവിടുന്ന് തട്ടി നല്ല റെസിസ്റ്റൻസ് ആണ്. കാരണം പ്രീവിയസ്ലി അത് നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ട് അവിടെ, അല്ലേ. അപ്പം അതുകൊണ്ട് മാർക്കറ്റ് അവിടുന്ന് തിരിച്ചിറങ്ങി വരാനുള്ള സാധ്യത. അപ്പം നമ്മുടെ ലെവലുകളൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് എന്ത് ചെയ്തു, കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ലെവലുകളൊക്കെ നോക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് ധാരാളം പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. ഞാൻ തള്ളല്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നിങ്ങളൂടെ ചിന്തിക്കുക എന്ത് വേണമെന്നുള്ള കാര്യം. ഇനിയിപ്പം ബാക്കിയോട് ചിന്തിക്കാം. മാർക്കറ്റിനെ ഇന്ന് മാർക്കറ്റ് ഒരു 200 പോയിൻറ്റുകൾ മുകളിലോട്ട് പോകേണ്ടതാണ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇന്ന് നോക്കിക്കേ, അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നോക്കാം. റിലയൻസ് 19-20 പോയിൻറ്റ് അപ്സൈഡായിരുന്നു. HDFC ബാങ്ക് 4 പോയിൻറ്റ്, ICICI ബാങ്ക് 18 പോയിൻറ്റ്. അപ്പം ഇവരെല്ലാവരും ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളെല്ലാം എന്താണ്,
നല്ല പോസിറ്റീവ് മൊമെൻറ്റത്തിലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സെറ്റപ്പും ഉള്ളത്. പക്ഷേ ഇതിൽ ചതിച്ചതാരാണ്? ചതിച്ചത് IT സെക്ടറാണ്. ഇൻഫോസിസും TCSും ആണ് ശരിക്കും വെട്ടിലാക്കിയത്. കാരണം ഇവിടെ ഭയങ്കരമായിട്ടൊരു സെൽ ഓഫ് വന്നു. ഏകദേശം 7%. ഇന്നലെ 5%ആണ് US മാർക്കറ്റ് കാണിച്ചത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ 7% എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും TCSും പൊട്ടി, ഇൻഫോസിസും പൊട്ടി. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? അറിയത്തില്ലെങ്കിൽ പറഞ്ഞുതരാം. അമേരിക്കയിലെ ഒരു കമ്പനി, ഒരു IT ക്ലൗഡ് സർവീസ് നടത്തുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ പേര് ഞാൻ ഓർക്കട്ടെ ഒരു സെക്കൻഡ്, ആന്ത്രോപിക്. ഓക്കെ, ആന്ത്രോപിക് എന്ന് പറഞ്ഞൊരു US കമ്പനി, ക്ലൗഡ് സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, IT കമ്പനിയാണ്. ഇവർ ഒരു AI ടൂൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഒരു AI ടൂൾ കണ്ടുപിടിച്ചു. ഈ ടൂള് ലീഗലി വാലിഡാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ AI വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സാധാരണ ഗവൺമെൻറ് രീതിയിൽ അതിന് വാലിഡിറ്റി ഇല്ല, അംഗീകാരമില്ല. പക്ഷെങ്കിൽ ഇത് സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടെ, അതായത് ഈ AI ടൂൾ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വാലിഡാണ് എന്ന് വാലിഡാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അവരൊരു AI ടൂൾ ഉണ്ടാക്കി. അപ്പോൾ ആ ടൂള് വരുമ്പം അതിനകത്തിൽ മാൻ പവറിൻ്റെ ആവശ്യം വളരെ ഗണ്യമായിട്ട് കുറയും. ഈ ടൂൾ ഉപയോഗിക്കുമ്പം 10 പേര് ചെയ്യേണ്ടിടത്ത് ഒരാളുടെ ആവശ്യമേ ഉണ്ടാകൂ. അപ്പോൾ അങ്ങനെയാകുമ്പം IT സെക്ടറിൽ ധാരാളം കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകും, ജോലി പലർക്കും നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടിയുടെ പുറത്താണ് എന്ത് ചെയ്തത്, ഇന്നലെ US മാർക്കറ്റിൽ നല്ല രീതിയിൽ പൊട്ടി. ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും നല്ല രീതിയിൽ പൊട്ടി. ഓക്കെ, നാസ്ഡാക്ക് ഇന്നലെ പൊട്ടിയില്ലേ നല്ലപോലെ? ഇന്നലെ നാസ്ഡാക്ക് എത്ര പോയിൻ്റാണ് പൊട്ടിയത്? ഇന്നലെ നാസ്ഡാക്ക് പൊട്ടിയത് 336 പോയിൻറ്റോളം നാസ്ഡാക്ക് പൊട്ടി ഇല്ലേ? ഡൗ ജോൺസും പൊട്ടി 166. നാസ്ഡാക്കാണ് നമ്മുടെ ടെക് സ്റ്റോക്സ്. അപ്പം അതിൻ്റെ ഒരു പടിയായിട്ടാണ് അങ്ങനെ ഈ കമ്പനി ഒരു AI ടൂള് വികസിപ്പിച്ചുകൊണ്ടാണ് ഇവർക്കെല്ലാം ഇന്ന് പണി കിട്ടിയത്. ഇനി എന്തായാലും നാളെ ഉയർത്തെഴുന്നേക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇതിനകത്തിൽ ഇൻഫോസിസിൻ്റെ ചരിത്രം ഒന്ന് എടുത്ത് നോക്കാം. നമുക്ക് ഇൻഫോസിസിൻ്റെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ തമാശ പറയുകയല്ല. നിങ്ങൾ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. കാശുള്ളവർക്ക് വാല്യൂ സ്റ്റോക്സ് ആഡ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം ഇൻഫോസിസിൻ്റെ സ്റ്റോക്സിൻ്റെ ചാർട്ടാണ്. ഇതിനെ നമ്മൾ വീക്കിലിയിലോട്ടൊന്ന് മാറ്റി നോക്കാം. വീക്കിലിയിലോട്ട് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ, ഞാൻ എന്തോ കാണിക്കാൻ പോകുന്നു. നമ്മളിപ്പോൾ വീക്കിലി ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഇത് മനസ്സിലാക്കുന്നവർക്ക്, പഠിക്കേണ്ടവർക്ക് പഠിക്കാം. ഓക്കെ, ഇത് ഏകദേശം വീക്കിലി ക്യാൻഡിലാണ് ഈ കാണുന്നത്. ഈ വീക്കിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ എന്ന് വരച്ചാൽ മതി. ഈ ട്രെൻഡ് ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം, എന്ത് സംഭവിക്കാൻ നോക്കാമല്ലോ. കണ്ടോ? എന്ത് മനസ്സിലായി? ഈ ഒരു ഇൻഫോസിസിൻ്റെ ചാർട്ടായി കാണുന്നത്. കണ്ടോ? ഏകദേശം 2013, ഓക്കെ, 2013, 2023, 2024, ഏകദേശം കഴിഞ്ഞ ഒരു 13 വർഷത്തെ ചാർട്ടിനകത്ത് കൂടെ നമ്മളൊരു ശൂലം കുത്തിയിറക്കിയതാണ് ഇൻഫോസിസിൻ്റെ. ഓക്കെ, 2013 മുതൽ ഇപ്പം നോക്കിക്കേ, കൃത്യമായി ഒരു സപ്പോർട്ട് സോണിലാണ് ആര് വന്ന് നിൽക്കുന്നത്? ഇപ്പം ഏകദേശം നമ്മളുടെ ഇൻഫോസിസ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പിന്നെയും ചരിത്രം ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോസിസ് ഇവിടുന്ന് തിരിച്ചു കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ജസ്റ്റ് ഞാനിത് കണ്ടതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു നല്ലൊരു വാല്യൂ ബൈ ഏരിയയാണ് ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം. ഇത് ഏകദേശം 2000 വരെ പോയ ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ നമുക്ക് 1500 റേഞ്ചിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ, തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? അപ്പം ജസ്റ്റ് ഞാൻ കണ്ടത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മുടെ ചാർട്ടിലോട്ട് നമുക്ക് വരാം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താ സംഭവം? ഞാൻ ഈ പറഞ്ഞല്ലോ, ആന്ധ്ര എന്തിൻ്റെ കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു സെക്കൻഡ്. ആന്ത്രോപിക്. ഓക്കെ, ആന്ത്രോപിക് കമ്പനി കണ്ടുപിടിച്ച ഈ ടൂളാണ് ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ നശിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ആയുധമായിട്ട് പരിണമിച്ചത്. ഓക്കെ,
അപ്പം കാര്യം മനസ്സിലാക്കിയായിരിക്കും. അപ്പോൾ നമുക്കിനി നാളെ എന്താ സംഭവിക്കുന്നത് നോക്കാം. നാളെ എന്താ സംഭവിക്കുന്നത്? നാളെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ കടന്ന് വെളിയിൽ പോകണം. ഇതിനകത്ത് നാളെ മാർക്കറ്റ് ഇതിനകത്ത് തന്നെ ഓസിലേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈഡ് ബ്രേക്ക് ചെയ്യണം. ഒന്നുകിൽ 817 ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ 687 ബ്രേക്ക് ചെയ്യണം. ഏതെങ്കിലും രണ്ട് സൈഡിലോട്ട് ബ്രേക്ക് ചെയ്താൽ ആ സൈഡിലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യണം. എല്ലാ ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്തതെങ്കിൽ ഈ 817 സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഇത് തോട്ടിയും കളഞ്ഞേക്കാമേ. 817 ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് അറിയോ? ഏകദേശം ഈ ക്ലോസിങ്ങിനേക്കാളും 40 പോയിൻറ്റ് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 776 മാർക്കറ്റ്, ഈ ഏരിയയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് സസ്റ്റെയിൻ ചെയ്യണം. ഈ പോയിൻറ്റ്, ഈ 817 എന്ന് പറയുന്നത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും? അപ്സൈഡിലോട്ട് പോകും. ഇല്ല, ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴോട്ട് ട്രേഡ് നോക്കാം. ഇതായിരിക്കും നമ്മുടെ താഴത്തെ ടാർഗറ്റ്. ഓക്കെ, അപ്പം നാളെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ പറയാതെ ഇവിടുത്തെ ട്രേഡ് നിങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങൾ ഡെയിലി എന്നെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സുന്ദരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത് ഈ ചാർട്ട് മാത്രം, ഈ വരകൾ നോക്കി മാത്രം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് നല്ല പോസിറ്റീവ് മോഡിലായിരുന്നു. പക്ഷേ നമ്മൾ വരച്ച റേഞ്ചിനകത്ത് തന്നെയാണ് മാർക്കറ്റ്. നോക്കിക്കേ, ഇന്ന് സുന്ദരമാണ് അല്ലേ? നമ്മൾ വരച്ച റേഞ്ചിനകത്താണ് ബാങ്ക് നിഫ്റ്റി ഇന്ന്. വേറെ കൂടുതലൊന്നും പറയാനില്ല. മിഡ് ക്യാപ്പ് ആശാനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാനുള്ളത്. മിഡ് ക്യാപ്പ് ലാസ്റ്റ് മൊമെൻറ്റിലൊന്ന് പൊട്ടി ഇല്ലേ? ഒന്ന് കയറി പൊട്ടി വീണ്ടും തിരിച്ചുകൂടെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരു നല്ല റാലി കിട്ടി. നല്ല റാലിക്ക് കിട്ടാൻ കാര്യം, സത്യം പറഞ്ഞാൽ ഇത് മിഡ് ക്യാപ്പ് ഇന്ന് പറക്കേണ്ടതാണ്. കോഫോർജ് ഒറ്റ ഒരാളാണ് നമ്മുടെ മിഡ് ക്യാപ്പിനെ നശിപ്പിച്ചത്. നല്ല രീതിയിൽ കോഫോർജ് ഇന്ന് പൊട്ടി ഇല്ലേ? 150 പോയിൻറ്റോളം ഇന്ന് കോഫോർജ് പൊട്ടിയിട്ട് അവസാന നിമിഷമാണ് കോഫോർജ് ഒന്ന് തിരിച്ച് കയറി നിന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ HDFC AMC ഒക്കെ നല്ല വാല്യൂ ബൈ ആണെന്ന് പറഞ്ഞിരുന്നു. നല്ല രീതിയിൽ 2400 റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു HDFC AMC. ഇപ്പോൾ 2700 റേഞ്ചിലെത്തി. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ടാണ് വീഡിയോ കാണുന്നവർക്കൊക്കെ പല ഹിൻഡുകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഡിക്സൺ ടെക്നോളജി ഞാൻ പറഞ്ഞിരുന്നു. ഡിക്സൺ കയറുവാണെന്നുണ്ടെങ്കിൽ ഡെയിലി 500 പോയിൻറ്റ് ചരിഞ്ഞ് കയറുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്നലെ 500 പോയിൻറ്റ് 600 പോയിൻറ്റ് കയറി. ഇന്നും 600 പോയിൻറ്റ് 1200 പോയിൻറ്റ് ഒറ്റ അടിക്ക് തിരിച്ചെടുക്കുന്നത്. 10,000 ഇപ്പം 11,680 റേഞ്ചിലേക്ക് ഡിക്സൺ തിരിച്ചെത്തി. അപ്പോൾ ആ ഡിക്സൻ്റെ ഒരു പെർഫോമൻസിലാണ് പിന്നെ ഇന്ന് BSE താഴെ പോയിട്ട് പോയ പോലെ തന്നെ അണ്ണൻ തിരിച്ച് കയറുകയും ചെയ്തു. നോക്കിക്കേ, ഉണ്ടോ? BSE താഴെ പോയിട്ട് വന്ന പോലെ തന്നെ തിരിച്ച് കയറി ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ആര് പെർഫോം ചെയ്തത്? മിഡ് ക്യാപ്പ് ലാസ്റ്റ് മൊമെൻറ്റിൽ പെർഫോം ചെയ്തത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മിഡ് ക്യാപ്പിന് ഇനിയും പറക്കണമെന്നുണ്ടെങ്കിൽ 770 കടക്കണം. 770 കടന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ലെവല് നമുക്ക് പിന്നെ കാണാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും പോസിറ്റീവ് നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്ന കാര്യത്തിൽ വലിയ താമസമൊന്നും വേണ്ടി വരത്തില്ല. അപ്പോൾ നാളെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, രാവിലെ വോയിസ് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം 8:50 എൻ്റെ ഫ്ലൈറ്റ്. ഓക്കെ, അപ്പം 9:07 ആവണമല്ലോ വോയിസ് ഇടണമെന്നുണ്ടെങ്കിൽ. അപ്പം 5-10 മിനിറ്റ് ഫ്ലൈറ്റ് ലേറ്റ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ വോയിസ് കേൾക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തന്നെ കയറുന്നതിന് മുമ്പ് ഞാൻ ഗ്രൂപ്പിലൊരു വോയിസ് ഇട്ടേക്കാം. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. എന്തായാലും നാളെ ഉച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗ്രൂപ്പിൽ ഞാൻ ആക്റ്റീവായി കാണത്തുള്ളൂ എന്ന കാര്യം കൂടെ നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.